നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഏപ്രിൽ 8-നാണ്. ഈ മാസം 8-നാണ് അങ്ങനെയൊരു വെടിനിർത്തൽ വന്നത്. ഏപ്രിൽ 7-ാം തീയതി അമേരിക്ക വലിയൊരു ഭീഷണി മുഴക്കിയത് നമ്മൾ കണ്ടതാണ്. അതായത് ഇറാനെ ചുട്ടുകരിക്കാൻ പോകുന്നു, നിർണായകമായ ഒരു തിരിച്ചടിക്ക് അമേരിക്ക ഒരുങ്ങുകയാണ്, ആ തിരിച്ചടി ഇറാന് താങ്ങാൻ കഴിയില്ല എന്നൊരു മുന്നറിയിപ്പ് അമേരിക്ക കൊടുക്കുന്നു. തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടലുണ്ടാകുന്നു. അതിനുശേഷം ഏപ്രിൽ 8-ാം തീയതി രാവിലെ നമ്മൾ കേൾക്കുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നതാണ്. അതായത് ഇറാൻ്റെ ചില കാര്യങ്ങൾ, ഉപാധികൾ, അതെല്ലാം അമേരിക്ക അംഗീകരിക്കുന്നു. താൽക്കാലിക വെടിനിർത്തൽ ഏപ്രിൽ 22 വരെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് പോകുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നു. കുതിച്ചു കയറിയ എണ്ണവില താഴേക്ക് പോകുന്നു. പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി അവസാനിച്ചു എന്ന് എല്ലാ രാജ്യങ്ങളും വിലയിരുത്തുന്നു. പക്ഷേ ആ സമയത്തും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പ് ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർക്കാണ്. ഇറാനിൽ അവശേഷിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് യുദ്ധം അവസാനിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായി ഇറാനെ തച്ച് തകർക്കുന്ന യുദ്ധമാണ് നടന്നിരുന്നത്. അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ ശക്തമായ ആക്രമണമാണ് നടത്തിയത്. ഈ ആക്രമണങ്ങൾ അവസാനിച്ചുവെന്നും ശാശ്വതമായി അവിടെ സമാധാനം കൈവന്നു എന്നും ആരും വിചാരിക്കേണ്ടതില്ല. കാര്യങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും മാറിമറിയാം. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തി ഇറാനിൽ നിന്നും രക്ഷപ്പെടണം എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അവിടെയുള്ള ശേഷിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്ന് പറഞ്ഞാൽ ആ വെടിനിർത്തലിൽ ഇന്ത്യ വിശ്വസിച്ചിരുന്നില്ല. കാര്യങ്ങൾ സമാധാനത്തിലേക്ക് പോകുന്നു എന്നൊരിക്കലും ഇന്ത്യ വിശ്വസിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഈ സന്ദേശം വ്യക്തമാക്കുന്നത്. പിന്നീട് ഇസ്ലാമാബാദിൽ ചർച്ച നടക്കുന്നു. പാകിസ്ഥാൻ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നു. പാകിസ്ഥാൻ മീഡിയേഷൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഇടപെടൽ കൊണ്ട് സമാധാനം കൈവന്നു എന്നൊക്കെയുള്ള വീമ്പിളക്കൽ നടക്കുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ ഇന്ന് കാണുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അമേരിക്ക മേഖലയിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു എന്നത് തന്നെയാണ്. 10,000-ഓളം സൈനികരെ കൂടുതലായി ഈ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാനാണ്, പ്രത്യേകിച്ചും ഹോർമൂസ് കടലിടുക്കിലേക്ക് അയക്കാനാണ് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ഈ 10,000 സൈനികരിൽ 6,000 പേരും അമേരിക്കയുടെ USS ജോർജ് W. ബുഷ് എന്ന വമ്പൻ പടക്കപ്പലിൽ ഉള്ള സൈനികരാണ്. ഈ പടക്കപ്പൽ, അതോടൊപ്പം തന്നെ ഇതിനെ എസ്കോർട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ കപ്പലുകൾ, ഇതിലെല്ലാമാണ് ഈ 6,000 സൈനികരുള്ളത്. ഈ കപ്പലും മറ്റ് കപ്പൽ വ്യൂഹങ്ങളുമെല്ലാം ഒന്നിച്ച് ഹോർമൂസ് കടലിടുക്കിലേക്ക് പോവുകയാണ്. അതായത് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ വലിയ ഉപരോധം തീർക്കുകയാണ് അമേരിക്ക. ഒരു കപ്പലുകളും ഇറാൻ്റെ തുറമുഖങ്ങളിലേക്ക് പോകാനോ ഇറാൻ്റെ തുറമുഖങ്ങളിലേക്ക് നിന്ന് പുറത്തേക്ക് പോകാനോ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ അമേരിക്ക. ഇത് ഇറാനെ ബുദ്ധിമുട്ടിക്കാനാണ്, ഇറാനിൽ വ്യാപാരം നടത്താതിരിക്കാനാണ്, ഇറാൻ്റെ സമ്പദ്ഘടന തകർക്കാനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ഉപരോധം മറ്റ് കൊമേഴ്സ്യൽ കപ്പലുകളെ ബാധിക്കില്ല എന്ന് അമേരിക്ക പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതിസന്ധി അവിടെ തുടങ്ങുകയാണ്. ഇങ്ങനെ തങ്ങളുടെ തുറമുഖങ്ങളെ ഈ തരത്തിൽ ഉപരോധിച്ചാൽ മറ്റു മേഖലകളിലേക്കുള്ള ഒരു വ്യാപാരവും തങ്ങൾ അനുവദിക്കില്ല, അതെല്ലാം ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും എന്ന് ഇറാനും നിലപാടെടുക്കുന്നു. ഈ സാഹചര്യത്തിൽ അവിടെ സംഘർഷം കനക്കുകയാണ്. ഏപ്രിൽ 22-ന് ശേഷം വെടിനിർത്തൽ നീട്ടണം എന്ന് ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെടുന്നു. പക്ഷേ അമേരിക്ക അതിന് തയ്യാറല്ല. എത്രയും വേഗം 1, 2, 3 ദിവസത്തിനുള്ളിൽ വളരെ നിർണായകമായ തീരുമാനം, അമേരിക്കയുടെ ചില നിർദ്ദേശങ്ങൾ അത് ഇറാൻ അനുസരിച്ച് മതിയാകൂ എന്നിപ്പോൾ അമേരിക്ക നിലപാടെടുത്തിരിക്കുകയാണ്. അങ്ങനെ അനുസരിച്ചില്ല എങ്കിൽ വെടിനിർത്തൽ അവസാനിക്കുന്ന ഏപ്രിൽ 22 മുതൽ കനത്ത ആക്രമണം ഇറാനുമേൽ നടത്തും, ഇറാനെ നശിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സംഘർഷം വീണ്ടും പുനരാരംഭിക്കാനുള്ള എല്ലാ സാധ്യതയും ഹോർമൂസ് കടലിടുക്കിൽ ഉരുത്തിരിയുകയാണ്. മാത്രമല്ല ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഗ്യാസും അടക്കമുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഇനിയും ഉടലെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അമേരിക്കയുടെ നിലപാട് സൂചിപ്പിക്കുന്നത്. വീണ്ടും ചർച്ച നടത്തുമെന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് വിജയിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ആർക്കും ഒരു വിലയിരുത്തലും നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം പ്രധാനമായും ചർച്ച വഴിമുട്ടി നിൽക്കുന്നത് 3 കാര്യങ്ങളിലാണ്. അതിൽ ഒന്ന്, ഇറാൻ്റെ ആണവ
സമ്പുഷ്ടീകരണം സംബന്ധിച്ചാണ്. ഇറാന് ആണവ സമ്പുഷ്ടീകരണം നടത്താനുള്ള എല്ലാ അവകാശവുമുണ്ട് എന്ന് ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങളെ നശിപ്പിക്കാനാണ് എന്ന് അമേരിക്കയും ഇസ്രയേലും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആണവ നയം അനുവദിച്ചു കൊടുക്കാൻ, ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം നടത്താനുള്ള അവകാശം അനുവദിച്ചു കൊടുക്കാൻ അമേരിക്ക തയ്യാറല്ല. രണ്ടാമത്തെ കാര്യം, ഹോർമൂസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര കപ്പൽച്ചാലാണ്. പക്ഷേ അതിന്മേൽ തങ്ങൾക്ക് അധികാരവും അവകാശവും ഉണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. അത് അമേരിക്ക അനുവദിച്ച് തരണം എന്നും ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ അമേരിക്ക അതിന് ഒരുക്കമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നത് നഷ്ടപരിഹാരം സംബന്ധിച്ചാണ്. അമേരിക്കയും ഇസ്രായേലും കഴിഞ്ഞ കുറേ നാളുകളായി കനത്ത ആക്രമണമാണ് ഇസ്രായേലിൽ നടത്തി വന്നിരുന്നത്. ഈ ആക്രമണങ്ങളിൽ കനത്ത നാശനഷ്ടം ഇറാന് ഉണ്ടായിട്ടുണ്ട്. ഈ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം അമേരിക്ക നൽകണം എന്നാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ഉപാധി. ഈ ആക്രമണങ്ങൾക്ക് അമേരിക്ക നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ഉപാധി. ഇങ്ങനെ 10ഓളം ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ 3 എണ്ണത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നത്. അത് ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം, ഹോർമൂസിന്മേലുള്ള അവകാശവാദം, നഷ്ടപരിഹാര ആവശ്യം എന്നീ 3 വിഷയത്തിലാണ്. ഈ 3 വിഷയത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ ഇപ്പോൾ അമേരിക്ക ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് യുദ്ധ സാഹചര്യങ്ങൾ കനക്കുന്നു എന്ന് തന്നെയാണ്. സമവായത്തിന് വഴങ്ങിയില്ല എങ്കിൽ ഇറാനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കനത്ത ആക്രമണം നടത്തും എന്ന് തന്നെയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട്. വരുന്ന 22-ന് മുമ്പ് ഇറാൻ അനുകൂലമായ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് പോകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. അന്ന് ഇന്ത്യ പറഞ്ഞ അതേ നിലപാട് അല്ലെങ്കിൽ ആ ഒരു വിഷയം അതിപ്പോഴും വളരെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നിലപാട് തന്നെയായിരുന്നു ശരി. കാര്യങ്ങൾ ഏതു നിമിഷം വേണമെങ്കിലും മാറിമറിയാം. സംഘർഷം വീണ്ടും പുനരാരംഭിക്കാം. പാകിസ്ഥാൻ്റെ മധ്യസ്ഥ ശ്രമങ്ങൾ പാളുകയും ചെയ്യാം.